ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കൂടെ തോട്ടത്തിൽ വരെ ഒന്ന് പോവുകയാണ്. തോട്ടത്തിൽ കുറച്ച് പണി ബാക്കിയുണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് നമുക്കൊരു ഉടുമ്പിനെ വഴി വെച്ച് കണ്ടു. നല്ല വലുപ്പമുണ്ട്, ഒരു 4-5 അടി നീളമുണ്ട് ഇതിന് കേട്ടോ. ഇവിടെ ഈ വനമേഖലയൊക്കെ ആയതുകൊണ്ട് തമിഴ്നാടിൻ്റെ വനമേഖല വരുന്നുണ്ട്, അതിർത്തിയൊക്കെ വരുന്നതുകൊണ്ട് അവിടെ നിന്നൊക്കെ കയറി വരുന്നതാണെന്ന് തോന്നുന്നു. ഏതായാലും നല്ല വലുപ്പമുള്ള ഒരെണ്ണമായിരുന്നു. ഇഷ്ടം പോലെ ഉടുമ്പുകളും അതുപോലുള്ള ചെറിയ മൃഗങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. വരുന്ന വഴിക്ക് ട്രാക്ടറിൽ തടി വലിച്ചു കയറ്റുന്ന ഒരു വീഡിയോയാണ്. ഇത് കുറേ ഉണ്ടല്ലോ, ഒത്തിരി താഴെന്നല്ലേ വരുന്നേ. ഇതിപ്പോൾ ഒരു 100-150 മീറ്റർ താഴെന്നാണ് കയറി വരുന്നത് അല്ലേ? 100-150 മീറ്റർ താഴെന്നല്ലേ തടി കയറി വരുന്നത്? അതിന് മേളിലുണ്ടല്ലേ? ഇത് കുറേ നല്ല പരിപാടിയാ. ഉണ്ടോ, അത്രയും താഴെന്നാ കയറി വരുന്നത്. ഇനിയിപ്പോൾ അവിടെ ഉടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോരുമെന്ന് തോന്നുന്നല്ലേ. ഇത്രയും താഴേന്ന് നമ്മൾ മനുഷ്യൻ വലിച്ചുകൊണ്ട് കയറ്റിക്കൊണ്ട് പറഞ്ഞാൽ എന്നാ പാടല്ലേ. ഇതാണ് ട്രാക്ടറിലോട്ട് ഈ റോപ്പ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. റോപ്പ് ചുറ്റുന്നതിനനുസരിച്ച് താഴേന്ന് മരം കയറി കയറി വരിക, ടൈറ്റായി. അത് ഉടക്കായിരുന്നു. ആ ഉടക്കെല്ലാം എടുത്ത് മാറ്റി അവർ വീണ്ടും വലിക്കാൻ തുടങ്ങി. അങ്ങനെ തടി മേളിൽ കയറി വന്നു. ഇനി അത് ആ കപ്പിയെന്ന് എടുത്ത് മാറ്റിയിട്ട് നേരെ വലിക്കുക. നമ്മളെ കഴിഞ്ഞ ദിവസം വന്ന് കായ എടുത്തിട്ട് ബാക്കി കുറച്ച് ക്ലീൻ ചെയ്തിട്ട് പോയതായിരുന്നേ. അപ്പോൾ കവാത്തെടുക്കാനായിട്ട് ബാക്കിയും കൂടെ കിടക്കുക. ഇപ്പം അല്ലാതെ ഇട ദിവസങ്ങളിൽ നമുക്ക് വരാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഇന്ന് ഞായറാഴ്ച ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടല്ലോ, അപ്പം എല്ലാവരെയും കൂടെ കൂട്ടി നമുക്ക് ബാക്കിയും കൂടെ അങ്ങ് എടുത്ത് തീർക്കാമെന്നോർത്ത് വന്നതാണ്. പെട്ടെന്ന് ആ പോപ്പിയും കുഞ്ഞൊക്കെ നമ്മളെ കായ എടുത്ത് കഴിയുമ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറയുന്ന കായ എടുക്കുന്ന പുറകെ തന്നെ മരുന്നടിക്കുക എന്നുള്ളതാണ്. ഏലത്തിനുള്ള ഈ തണ്ടുതുരപ്പൻ കയറാതെ പുഴു കുത്താതിരിക്കാനുള്ള മരുന്നടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മുഴുവൻ പുഴു കുത്തിക്കളയുവേ. അപ്പം നമ്മൾ മരുന്നടിക്കുമ്പോൾ ഈ തട്ടയിലെല്ലാം മരുന്ന് പറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഈ കച്ചി ഉണങ്ങിയ ഇലകളും ഇതിനകത്ത് വേണ്ടാത്തതെല്ലാം നമ്മൾ പറിച്ച് കളയണം. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം പറിച്ചൊന്ന് ക്ലീൻ ചെയ്യുക. അതിനാണ് നമ്മൾ കവാത്തെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഈ ഉണങ്ങി നിൽക്കുന്ന പോളയെല്ലാം പൊളിച്ച് കളഞ്ഞ് ഈ ചപ്പും മാരി ചൂട് മാറ്റുന്നില്ലിപ്പം ചൂട് ഈ പള്ള ഉണ്ടെങ്കിൽ അതും പറിച്ച് കളഞ്ഞ് അകത്തുള്ള ചപ്പും വാരി ക്ലീനാക്കും. വേണ്ടാത്ത തട്ടയെല്ലാം വെട്ടിക്കളയും. എന്ന് വെച്ചാൽ ഇതിനകത്ത് പോയ തട്ടകൾ, കുത്തിപ്പോയ തട്ടകളും പിന്നെ ശരമില്ലാത്ത പഴയ തട്ടകളും എല്ലാം വെട്ടിക്കളഞ്ഞ് ചെടി മൊത്തത്തിലൊന്ന് ക്ലീനാക്കും. എന്നിട്ടാണ് മരുന്നടിക്കുന്നത്. അപ്പം ഞാൻ പഠിപ്പിക്കാം കുഞ്ഞി. എല്ലാവരും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കഴിയാറായോ അമ്മേ? രണ്ടുപേരും സഹായിക്കാനായിട്ട് വന്നിട്ട് എന്ത് ചെയ്യണോ, കാണാനേ ഇല്ലല്ലോ. കഴിയാറായോ? ആഹാ, ഇതെന്നാടെ മെഷീൻ വല്ലതും ആണോ കഴിയാറായോ എന്ന് ചോദിച്ചാ? ഈ ഒരു പറമ്പ് നിറച്ചില്ലേ? ഈ ഒരു 2-3 നിര താഴോട്ട് പോകാനുള്ളത് കുറച്ച് കൂടെ എടുക്കാനുണ്ട്. ഇത് പിന്നെ മേളത്തെ ആ ഒരു തൊട്ടി ഫുൾ എടുക്കാനുള്ളതാ. നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും നമുക്ക് ഇന്ന് എടുത്ത് തീർത്തിട്ട് പോകാം. നാളെ വെയിൽ തെളിയുവാണെന്നുണ്ടെങ്കിലേ, മഴ ഇല്ലെന്നുണ്ടെങ്കിൽ മരുന്നടിക്കാം നമുക്ക്. ഞാൻ വീട്ടിൽ പോവാ. എന്തിനാ? അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, അച്ഛൻ്റെ കൂടെ പോവാ. അച്ഛ വരട്ടെ, വന്നിട്ടല്ലേ? മടുപ്പാന്നേ. എന്നത് ബോറാ പറമ്പിൽ ഒന്ന് നിൽക്കാൻ. അയ്യോ, ബോറൊന്നും അല്ല പറമ്പി. കായ എടുക്കാറായോ? കായ കഴിഞ്ഞ ദിവസം എടുത്തതല്ലേ. കായ എടുത്തതായിരുന്നു. അടുത്ത തവണ കായ എടുക്കണമെങ്കിൽ നമ്മള് ഇവർക്ക് ആവശ്യത്തിനുള്ള മരുന്നും വളവും. പക്ഷെ കായ ഉണ്ടല്ലോ ഇതില്.
മണ്ടേരെ കായ ഉണ്ടല്ലോ അതായത് ഞാൻ ഇനി കുറച്ച് വിളഞ്ഞു എടുക്കാം. വരണ്ടേ? ആ ഇനി അടുത്ത തവണ എടുക്കുമ്പോഴേക്കും വിളഞ്ഞു വരണം, പിന്നെ എടുക്കാനായിട്ട് കാ പിടിച്ചു വരണം. പിന്നെ നമ്മള് ഇവരെ അതുപോലെ നോക്കി ഇവരുടെ കൂടെ നിന്നാൽ മാത്രമേ ഇവര് തിരിച്ചതുപോലെ കാ തരുള്ളൂ. അവനത് വെട്ടി അരിയാൻ ഭയങ്കര ഇഷ്ടമാ. വെട്ടി അരിയാൻ നല്ല രസമുണ്ട്. ചോട്ടിലെ ഇല എല്ലാം പെറുക്കി കളയാൻ വലിയ വലിയ മൂർച്ചയില്ല. കർഷകശ്രീ വാഴച്ചുണ്ട് പറിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഇത് എവിടുന്ന് ഈ തോട്ടിലേക്ക്? ഇത് 20 അടി വരെ നീളം കൂട്ടാവുന്ന തോട്ടിയാ. പൈപ്പേൽ ഓരോ നട്ടയച്ച് നീളം കൂട്ടി കൂട്ടി വിടാം. ഇനി ചക്കയുടെ സീസണൊക്കെ ആകുമ്പോഴേ ചക്ക ഇടാനും എല്ലാത്തിനും ആവശ്യം വരും. ഇത് വരും. നമ്മളെ താഴത്തെ കൂട്ടാറ്റിലൊരു കടയുണ്ട്, അവിടുന്ന് വാങ്ങിച്ചാൽ. അതാണോ നമ്മുടെ ലക്ഷ്യം? നമുക്ക് ഒരു വാഴച്ചുണ്ടും കൂടെ ഒടിക്കാനുണ്ട്. അത് നമുക്ക് ഇതുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. കണ്ടോ വന്ന് അതാണ് നമ്മൾ കവാത്ത് എടുത്തിട നല്ല അടിപൊളിയായല്ലേ. ചെടി നല്ല അഴുക്കെല്ലാം പോയി കഴിയുമ്പോഴേ തോട്ടം നല്ല ക്ലീൻ ആവുമേ. നല്ല ക്ലീൻ ആവും. ഇനിയിപ്പം വളമെല്ലാം വാരിയിടാം. വളം വാരിയിട്ട് എല്ലുപൊടി, ആട്ടുംകാട്ടം, പിന്നെ നമ്മുടെ 8 കൂട്ടം പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് എല്ലാം കൂടെ വാരിയിടാം. മഴവെള്ളം വാരിയിടുകയാണ്. വാരിയിട്ടാ മതി ഇപ്പോഴാണ്. വേപ്പ് പിണ്ണാക്കും എല്ലാം കൂട്ടിയാ. അമ്മയ്ക്ക് എന്നാ വേപ്പ് പിണ്ണാക്ക്? ആണോ? അമ്മ കവാത്തെടുക്കാൻ പഠിച്ചില്ലോടി. പിന്നെ അതല്ലേ വയറിഞ്ഞ പിന്നെ ഇറക്കിയല്ല. കുഞ്ഞി പഠിച്ചോടാ? പിന്നെ പഠിച്ചു. ആണോ? കുഞ്ഞിക്ക് കത്തി വേണം, ഇത് വെട്ടണം. അങ്ങനെയൊക്കെയാ അല്ലേ? ഒരാളെന്ത് ചെയ്യണം? ഒരാളെ കാണാനേ ഇല്ല. അവനാ തോട്ടിയായിട്ട് മേളിലോട്ട് പോയിട്ടുണ്ട്. ആണോ? ചോട വെട്ടുന്ന കാര്യമായിരിക്കും കുഞ്ഞി പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഉണങ്ങിയ ഇലയും പഴുത്ത ഇലയെല്ലാം പറിക്കാൻ. അതൊന്നും പറ്റത്തില്ല. ഒരു ദിവസം കൂടെ എടുത്താൽ തീരുമോ ഇത്? ഇവിടെ ഇന്ന് തീർക്കാം അല്ലേ? മേളത്തെ പിന്നെ ഇത്രയും വലിയ ചെടിയല്ലല്ലോ. എന്നാലും കുറച്ചും കൂടെ എടുത്ത് തീരണം. ഒരു ദിവസം കൂടെ എടുക്കും അല്ലേ? അവിടെ തീർക്കാം. നമ്മളെ പറമ്പിൽ പോയി ഇപ്പൊ പണിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. ഇപ്പൊ വൈകുന്നേരം രാത്രിയായി. രാത്രി ഒരു 7:30 കണ്ടായല്ലേ? ഇത്രയായി. ഇപ്പം നമ്മൾ നാളെ രാവിലത്തെ കാപ്പിക്കുള്ള അപ്പത്തിന് അരി വെള്ളത്തിൽ ഇട്ടായിരുന്നു. അപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് അരി വെള്ളത്തിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ പച്ചരിയും 2 ഗ്ലാസ് പച്ചരിയാണ് നമ്മളിടുന്നത് എല്ലാ ദിവസവും. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ 2 ഗ്ലാസ് പച്ചരി, ഒരു 2 സ്പൂൺ പഞ്ചസാരയും, ഒരു 2-3 തരി ഈസ്റ്റ് ഇട്ട് തേങ്ങയും ചോറും എല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെക്കും. രാവിലെ ഒരു 11 മണിയാകുമ്പോഴേക്കും ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെക്കും. പച്ചരി വെള്ളത്തിൽ ഇടുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ടായിട്ട് വെക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഇവിടെ തണുപ്പായതുകൊണ്ട് അല്ലെങ്കിൽ മാവ് പുളിച്ച് പൊങ്ങി വരാൻ പാടാ. അതുകൊണ്ട് അരി വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ വേണ്ട സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇട്ട് വെക്കും. ഇത് നമ്മൾ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ അരച്ച് വെക്കും. അരയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ 2 സ്പൂൺ അവലും കൂടെ, വെള്ള അവലും കൂടെ അരയ്ക്കും. ഉപ്പ് ഇപ്പോൾ ഇടുകയില്ല, ഉപ്പ് രാവിലെ ഇടുകയുള്ളൂ. അതങ്ങ് അരച്ച് വെച്ചിട്ട് രാവിലെ ചുട്ട് കഴിയുമ്പോൾ നല്ല സൂപ്പർ അപ്പമായിട്ട് കിട്ടും. രാവിലെ ആകുമ്പോഴത്തേനും ഇത് നല്ലപോലെ മാവ് പൊങ്ങി വരും. മറ്റേ വെള്ളയവലില്ലേ, കുറച്ച് വെള്ളയവലും കൂടെ. അപ്പം നമ്മുടെ മാവ് ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തു. ഇനി ഒന്നും കൂടെ അരച്ചെടുക്കാനുണ്ട്. നമ്മൾ ഈ അപ്പത്തിനൊക്കെ ഈ വെള്ളയവൽ അരയ്ക്കുമല്ലേ, അവലരയ്ക്കുമ്പം അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുമേ. വട്ടയപ്പത്തിനാണെങ്കിലും നല്ലതാണ് അവൽ ഇച്ചിരി അരച്ചാൽ. 2 സ്പൂണൊക്കെ അരയ്ക്കാം. അച്ചമ്മച്ച ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുക കേട്ടോ വൈകിട്ടത്തേന്. എന്നാന്നറിയോ? രാവിലെ കപ്പ കണ്ടിച്ച് ചെണ്ടക്കമ്പ് കഴിച്ചായിരുന്നു. അപ്പം മീൻകറിയുടെ മീൻകറിയുടെ ചട്ടിയുണ്ട്. ആ ചട്ടിക്കകത്തിട്ട് കപ്പ ചൂടാക്കാൻ പോവാ. ഈ മീൻ ചട്ടിക്കകത്തിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാ. വേറെ സാധനം കൂടെ അടുപ്പിരുന്ന് വേകുന്നുണ്ട് കേട്ടോ. അടിപൊളി മത്തി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, നീ കപ്പയാണോ ഇതിനകത്ത് ഇടുന്നേ? രാവിലെ വേവിച്ച് മുറിച്ച് കഴിച്ച കപ്പയാ. ഇത് അരിഞ്ഞ് അതിനകത്തോട്ട് ഇടും. തട്ടിയെടുക്കാനോട്ട് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഇടും.
അതെ. എനിക്ക് മീനിനോടൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. എനിക്ക് കഷ്ണം മീൻ ആകെ 3 കഷ്ണമുള്ളല്ലോ, ഇങ്ങനെ 2 തരും. വറുത്തത് ഇരിപ്പുണ്ടോ? വറുത്ത ഇരിപ്പുണ്ട്. എന്നാന്നോ കുഞ്ഞിക്ക് മുള്ളുള്ള മീനൊന്നും ഇഷ്ടമില്ല, അതൊക്കെ ഇച്ചിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. മുള്ളില്ലാത്താണെങ്കിൽ കുഴപ്പമില്ല. അതെ, കപ്പ തന്നെയല്ല, ഈ മീൻ ചട്ടിക്കകത്തിട്ട് ചോറാണേലും തൂത്തുതിന്ന നല്ല ടേസ്റ്റാ. ഇപ്രാവശ്യത്തെ നമ്മുടെ കായ നല്ല ബോൾട്ട് കായ അല്ലേ? അടിപൊളി കായ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. അടുത്ത പ്രാവശ്യം വലിയ കായ കാണുമായിരുന്നു. എന്നാ വെച്ചാൽ ആദ്യത്തെ ട്രിപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ബോൾട്ട് കായായിരിക്കും. അടുത്ത തവണ ആയിരിക്കും വലിയ. നാളെ കുറച്ച് അയക്കാനുണ്ട്, അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. സൂപ്പർ പഴം. അമ്മ കപ്പയെല്ലാം റെഡിയായോ അമ്മേ? റെഡിയായോ? എന്നാ പിന്നെ എല്ലാവരും എടുത്ത് വെച്ചിട്ടാണോ കഴിക്കുന്നത് അതോ? അല്ല, കഴിച്ച് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, കഴിക്കാൻ എടുത്തോ. നല്ല കായ അല്ലേ? അപ്പോൾ നമ്മുടെ മീൻ ചട്ടിക്കകത്തിട്ട കപ്പ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുളക് തോരനല്ലേ ഇത്? അതെ, പിന്നെ പെരിയമുളക് നമ്മുടെ ചീനിയിൽ നിന്ന് പറിച്ചതാ. മേളിൽ ഒരു 1/4 കിലോ ഉണ്ടായിരുന്നു ഒരു ചീനിയെന്ന് വെച്ചാൽ. ആണോ? എൻ്റെ മുളക് തോരൻ നല്ലപോലെ വിളഞ്ഞ മുളകാണ്. മുളക് തോരൻ. എരിവ് കുറവാണ്. പിന്നെ നല്ല അടിപൊളി മത്തി ഫ്രൈ. കുരുമുളക് കിട്ടല്ലേ? പിന്നെ പച്ചക്കുരുമുളക് ഇട്ട അല്ല. പിന്നെ ഇവിടെ വേറെ ഒരു അച്ചാർ പാത്രത്തിനകത്ത് കൈയിട്ടുണ്ട്. അച്ചാർ കണ്ടമാനം കഴിക്കില്ല കേട്ടോ. അച്ചാറൊക്കെ നല്ലത്. ഇത് ആന്റിയമ്മ സ്പെഷ്യൽ അച്ചാറാ. ആണോ? ആന്റിയമ്മ കൊണ്ടുവന്നോ? അപ്പൊ ഇത്രയും കറിയുള്ളൂ ഇന്ന്. ഇതുപോലെ. അപ്പൊ എന്നാ കഴിച്ചേക്കാം അല്ലേ? കഴിച്ചേക്കാം. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എന്നാണ് ഈ മീൻചാറിനകത്ത് ഇട്ട് വെക്കുന്ന ചട്ടിക്കപ്പ സൂപ്പർ കേട്ടോ. അത് പറഞ്ഞു, ചട്ടിക്കകത്ത് എണ്ണ തൂതെടുത്താലും നല്ല ടേസ്റ്റ് അല്ലേ? അവസാന ഭാഗത്ത് മീൻകറി ചട്ടി ആ പുളിയും ഒരു ദിവസം ഇരിക്കണം, എന്നാലേ ആ മീനിന്റെ പുളിയൊക്കെ പിടിച്ച് നല്ല എരിവൊക്കെ പിടിച്ച് നല്ല കറക്റ്റ് ആകത്തുള്ളൂ അല്ലേ? എനിക്ക് ഇതിനകത്ത് ആ പുളി തിന്നാൻ ഭയങ്കര ഇഷ്ടം. കുടംപുളി. നല്ല ഇപ്പൊ കുടംപുളി ഫേമസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുളി ആരാണ്ടൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഇനി കുറെ അയക്കാനുണ്ട്. നല്ലതാ കുടംപുളി. അങ്ങനെ അടിപൊളി പുളിയായിരിക്കുന്നതല്ല. അല്ല, കുടംപുളിക്ക് വേറെന്തോ ഇപ്പൊ കുടംപുളി വെച്ച് ലേഹ്യോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി ഒത്തിരി പേര് കൊടുക്കുന്നുണ്ട്. നല്ല കുറെ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് മറ്റേ പ്രസവിച്ച് കിടക്കുമ്പോ എല്ലാം വെച്ച് മറ്റേ ഇതുണ്ടാക്കി തരുമായിരുന്നു. കുടംപുളി വെച്ച് ലേഹ്യമല്ല, തീയല്. അതെ, ശരിക്കും നല്ലതായിരിക്കും കേട്ടോ. പണ്ടൊക്കെ എല്ലാം ചെറുപ്പത്തിലൊക്കെ എന്നായിരുന്നു എന്നെയൊക്കെ ചെറുപ്പത്തിലേ 5-ാം പനി വന്നപ്പോഴേ അന്ന് ചിക്കൻ ബോക്സ് അത് വന്നാലും മരുന്ന് മേടിയിരുന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല. ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് മൊത്തം വന്നാൽ 10-15 പേർക്ക് ഒരു 2-3 വീടായിട്ടില്ലേ താമസിക്കുന്ന കൊച്ചന്മാരും ഒക്കെ. ആകുന്നവർ ഒരു വീട്ടിലോട്ട് പോരും, ഇല്ലാത്തവരെല്ലാം വേറൊരു വീട്ടിലോട്ട് പോകും. എന്നിട്ട് ഈ മേത്തെ എല്ലാം പഴുത്ത് കൂട്ടി കുളിപ്പിച്ച് കഴിയുമ്പോൾ എന്നാ ചെയ്യുന്നറിയോ? കുടംപുളി ചൂടും, നല്ലപോലെ കരിച്ച് അടുപ്പിനകത്തിട്ട് ചൂടും, മഞ്ഞളും കൂടെ രണ്ടും കൂടെ ചുട്ടങ്ങോട്ടിട്ട് പൊടിക്കും, കരിയായിട്ട് പൊടിക്കും. പൊടിച്ചിട്ട് ഇതാണ് കുളിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ട് നല്ലപോലെ വെള്ളം ഒപ്പിച്ച് ഇതിനകത്തൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇടും. പക്ഷെ 3 ദിവസം കൊണ്ട് കരിഞ്ഞ് കിട്ടും. പല പല ഗുണങ്ങൾ കാണുമായിരിക്കും. കുടംപുളിക്കും വാളംപുള്ളിയുടെ ഇലയ്ക്കും ഒക്കെ ഭയങ്കര ഔഷധമാണ്. വാളംപുള്ളിയുടെ ഇലയിട്ട് കുളിപ്പിക്കുമായിരുന്നു. ശരീരവേദനയ്ക്കൊക്കെ നല്ലതാണ്. അന്ന് അല്ല, ഈ പനി വന്നാലും ഞങ്ങളെയൊക്കെ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ കുളിപ്പിച്ചത്? അന്ന് ഈ ആര്യവേപ്പൊന്നുമില്ല. ഇപ്പോഴല്ലേ ആയി വരുന്നത്. എന്നാണെങ്കിലും ഈ ചട്ടിക്കകത്ത കപ്പ അടിപൊളിയായിരുന്നു കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.